ഈ തറവാട് ഇടിച്ചു നിർത്തണ പോയിട്ട് ഇതിന്റെ ഒരു കല്ല് പോലും നീ നടക്കാൻ പോണില്ല. മരിച്ചു എന്റെ അച്ഛൻ സത്യം. ഇതെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും. അത് എത്ര കാലം കേസ് പറഞ്ഞിട്ടാണെങ്കിലും ശരി, ഇതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും. അതുവരെ ഞാൻ ഈ മണ്ണി കാലൊത്തില്ല. അതിന് സത്യപ്രതാപനോട് എനിക്കും അച്ഛനും ഒരു വിരോധമില്ല. വിരോധമില്ലെന്ന് മാത്രമല്ല, എന്റെ മനസ്സിൽ ഇപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ. പോടി, പോ. എന്റെ മകളുടെ സ്നേഹവും തട്ടിത്തെറിപ്പിച്ചിട്ടാ നീ പോകുന്നത്. ആയുഷ്കാലം മുഴുവൻ നീ ഇവളെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. ഇവളെന്നല്ല, ഒരുത്തിയെ ഓർത്ത് ഞാൻ ഇനി ദുഃഖിക്കില്ല. ഒരു പെണ്ണിനെ ഞാൻ സ്നേഹിക്കില്ല, വിശ്വസിക്കില്ല. ഇനി എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല. Chronic action love. Chronic action love. Chronic action love. Chronic. നിന്റെ കൂടെ ഞാനില്ലേ, പിന്നെന്താ? നീ കൂടെ ഉള്ളതാണ് പ്രശ്നം. അല്ലെങ്കിൽ അവള് പണ്ടേ എന്നെ പ്രേമിച്ചേനെ. പണ്ട് പ്രേമിച്ചിട്ട് എന്ത് കാര്യം? പ്രേമിക്കണമെങ്കിൽ ഇപ്പൊ പ്രേമിക്കണോടാ. ഇപ്പോഴും അവൾക്ക് പ്രേമിക്കണമെന്നുണ്ട്. പക്ഷെ ആ SP സമ്മതിക്കണ്ടേ? അല്ലേ അവൾ എന്തിനാ ഇവിടെ താമസിക്കുന്നത്? എന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഏതായാലും അവൾ ഇവിടെ താമസിക്കുന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ SP-യോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ അറിയും. പറഞ്ഞതുപോലെ ഞാൻ അവളോട് ചോദിച്ചിട്ട് വരാം. സ്ട്രോങ് ആയിട്ട് പിടിച്ചോണം. സ്ട്രോങ് ആയിട്ട് പിടിച്ചോണം. എന്തു വന്നാലും വിടരുത്. സ്ട്രോങ് ആയിട്ട് പിടിച്ചോണം, എന്ത് വന്നാലും വിടരുതെന്ന് പറഞ്ഞിട്ട് പിടിച്ചോണം. അത് പറയണ്ടേ? വിളിക്കരുത്, പറഞ്ഞിട്ടില്ല. പുറകിൽ വിളിച്ചല്ല, കയ്യിലാണ് ചവിട്ടിയേക്കണത്. സോറി, വന്ന് പിടിയടാ. ഞാൻ പോയിക്കൊള്ളാം. നിന്റെ പരിശ്രമം കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു നീ കയറി വരുമെന്നും ഈ നിലയിലെത്തുന്നു. എന്തേ ഇത്ര ലേറ്റായേ? വാടാ. എന്താ പറ്റിയോ? കൈവിടില്ലെന്ന്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉറക്കൊഴിച്ച് നിന്നെ കാത്തിരിക്കുന്നു. വാടാ ഇങ്ങോട്ട്. പേടിക്കണ്ടടാ, ഞാൻ ദേ വന്നി. കുട്ടാ, പേടിക്കണ്ടടാ, ഞാൻ പിടിപ്പിക്കടാ എന്റെ കയ്യിന്ന്. പോരട്ടെ. ഇവന്തുമായി കാണിക്കുന്നത്? അങ്ങോട്ട് പോലെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ കാല് പറിച്ചെടുക്കണം പുല്ലേ. ഇതല്ല, ഇതിനേക്കാൾ വലിയ കാല് ഞാൻ പിടിപ്പിച്ചിട്ടുള്ള. പിന്നെയാണ് നിസാര കാല്. അങ്ങോട്ട് പോ. എനിക്ക് തീറ്റിട്ടാ, ഞാൻ തേപ്പായടാ. എന്റെ അമ്മ, ഞാൻ പകുതിയോളം പുറത്തേക്ക് വന്നുട്ടോ. ഇനി വലിക്കരുത്, ഇനി വലിച്ചാൽ ഞാൻ വീട് പകൽ പോയി പൊഴിയാതെ ഇരുൾ കാട്ടിൽ ഇഴയാതെ കണ്ണീർ മഴ തോന്നോ താൻ ചൊല്ലും കാവ്യം എന്നും സാന്ത്വനം.
ഇവൾ സ്വന്തം ഇഷ്ടത്തിന് എന്ന് വരുന്നോ അന്നേ ഇവളും നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളൂ. വാ പോകാം. വിവാഹമേ വേണ്ടെന്ന് വെച്ച് നിങ്ങൾ ജീവിച്ചത് കൊണ്ടാ ഇത്രയും കാലം ഞാൻ നിങ്ങൾ വെറുതെ വിട്ടത്. ഇനി അത് നിങ്ങൾ ആഗ്രഹിച്ചാലും നടക്കില്ല. നിങ്ങളുടെ അച്ഛൻ ബാലഗംഗാധരന്റെ പരമ്പര ഇനി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നിങ്ങളോടെ അത് അവസാനിക്കും. ഓർത്തോ? ഇതെന്താ ബാഗും പെട്ടിയൊക്കെ ആയിട്ട് ഇവിടുത്തെ താമസം മതിയായതല്ല മതിയാക്കി. ഓ, സന്ധ്യ ഇവിടെ താമസിക്കാൻ വന്നതുകൊണ്ടായിരിക്കും. പെണ്ണുങ്ങൾ ഇവിടെ താമസിക്കുമ്പോ കൂടെ താമസിക്കാൻ പാടില്ലല്ലോ. അതെ, സന്ധ്യ ഇവിടെ താമസിക്കാൻ വന്നോണ്ട് തന്നെയാ മോനെ ആ പെട്ടി പിടിക്കാൻ സഹായിച്ചേ. നീ ആ തൂണ് തള്ളിയിട്ട് അയാളൊന്ന് സഹായിക്ക്. ശല്യം എത്രയും പെട്ടെന്ന് പോട്ടെ. പിന്നൊരു കാര്യം, എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അയ്യോ പാവം. അതൊന്നും സാരമില്ല ഗുരുവി. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണണം. തീർച്ചയായിട്ടും കാണും. എന്താടാ ഇത് നമ്മുടെ പെട്ടിയല്ലേ? ശരിയാണല്ലോ. ഇത് ഞങ്ങളെ പെട്ടിയും കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നു. നിങ്ങളുടെ പെട്ടിയും കൊണ്ട് ഞാൻ എങ്ങോട്ടും പോണില്ല. നിങ്ങളുടെ പെട്ടിയും കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകുന്നു, അത്ര തന്നെ. എന്ത് തെറ്റിയിട്ടാ ഞങ്ങളെ ഇവിടുന്ന് പുറത്താക്കുന്നു? ഇവൻ ചെയ്തതിൽ എന്തെങ്കിലും കറക്റ്റ് പറ, ഞങ്ങൾ തിരുത്താം. എന്താ ഞാൻ പറഞ്ഞത് വല്ല കറക്റ്റ് ഉണ്ടാ? അതൊക്കെ എസ് പിയോട് ചോദിച്ചാൽ മതി. ആ കുട്ടി ഇവിടെ താമസിക്കുമ്പോ നിന്നെയൊക്കെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇവനെ നന്നാക്കണമെന്ന് SP തീരുമാനിച്ച? ഇവനെ നന്നാക്കാൻ SP അല്ല ദൈവം വിചാരിച്ചാലും പറ്റില്ല. അത്രയ്ക്ക് ചീത്തയായി പോയി. ചുരുക്കി പറഞ്ഞാൽ നന്നാക്കാന്നും പറഞ്ഞു കൊണ്ടുവന്നിട്ട് ചീത്താക്കിട്ട് പുറത്താക്കിന്ന് പറ. എന്താ ഞാൻ പറഞ്ഞത് വല്ല കറക്റ്റ് ഉണ്ടാ? ഇല്ലേ? എന്താ എന്തെങ്കിലും നന്നാക്കോർന്ന് പറ. അല്ലാതെ പിന്നെ ഇനി മുതൽ നിങ്ങളുടെ താമസം അവിടെയാ. ഈ പടി ചവിട്ടി ഇതിനകത്ത് കയറാൻ അവകാശമില്ല. ചെല്ല്. പെട്ടിയൊക്കെ ഞങ്ങൾ എടുത്തോളാം, ബുദ്ധിമുട്ടുണ്ട. അയ്യോ, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. വേണമെങ്കിൽ രണ്ടാളി തോളിലേറ്റി ഞാൻ ആ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടാക്കാം. എന്തായി കാണിക്കുന്നത്? തോളെ കയറാൻ പറഞ്ഞു. ബോധമില്ലാത്ത അയാൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചു നീ പെട്ടിയെടുത്തോണ്ട് പോയെ? അതെ, SP പിടിച്ച് തോളി കയറ്റിയാൽ മതി. അയാൾക്ക് കഴുതപ്പുറത്തിരിക്കുന്ന വലിയ ഇഷ്ടമാണ്. എന്തായത്? SP അല്ലേ പറഞ്ഞ പടി ചവിട്ടാൻ പാടില്ലെന്ന്? പെട്ടി എടുത്തുകൊണ്ട് പോയടാ. ചവിട്ടല്ലേ പറഞ്ഞേക്കല്ലേ? അതെ, ഞാൻ ഇതുവരെ ചോദിച്ചില്ല എവിടുന്ന് കിട്ടി ഈ സാധനത്തിന്. SP നിങ്ങളെ എവിടുന്ന് കിട്ടിയോ അവിടുന്ന് തന്നെ കിട്ടിയത്. പോകുന്നു. എന്റെ നാശം നിനക്ക് കാണണ്ടേ? ഇനി അതുകൂടെ കണ്ടിട്ട് പറയടി. നിന്നോട് ഞാൻ എന്ത് ചെയ്തിട്ടാ നീ എന്നെ നശിപ്പിക്കാൻ നടന്നത്? എന്റെ അച്ഛനോടുള്ള പ്രതികാരമാണ് നീ എന്നോട് തീർക്കുന്നതെങ്കിൽ അതിനൊക്കെ എന്നേ ഞാൻ പരിഹാരം ചെയ്തു കഴിഞ്ഞു. എന്റെ അച്ഛൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയെന്ന് പറയുന്നതൊക്കെ കുട്ടിക്കാലത്തെ നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തന്നില്ലേ? എന്റെ വീടും കുടിയും ഒക്കെ പണയപ്പെടുത്തിയിട്ട് പിന്നെ നീ എന്തിന്റെ പേരില എന്നോട് പ്രതികാരം ചെയ്യാൻ നടക്കുന്നത്? നിന്റെ വിഷ്ണുവേട്ടന്റെ മരണത്തിന്റെ പേരിൽ. നിന്റെ വിഷ്ണുവേട്ടന്റെ മരണത്തിന് ഉത്തരവാദി ഈ നിൽക്കുന്ന നിന്റെ അച്ഛനാണെന്ന് ആണായിട്ട് നിന്നോട് പറഞ്ഞിട്ട് നീ വിശ്വസിച്ചോ?